ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞാൻ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിനെ ക്രൂരമായി കൂടെ പഠിക്കുന്ന കുട്ടികൾ മർദ്ദിച്ച് കൊന്നതിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഉമ്മമാരൊക്കെ വീട്ടിൽ നിന്ന് മക്കളെ ഉമ്മമാരും ഉപ്പമാരായാലും വീട്ടിൽ നിന്ന് മക്കളെ പറഞ്ഞയക്കുന്നത് പഠിക്കാനാണ്. പക്ഷേ ഇന്നത്തെ തലമുറ പഠിക്കാൻ വേണ്ടി മാത്രമല്ല പോകുന്നത്, സമരം ചെയ്യാനും എന്താണ് അവർക്ക് ഈ വെക്കേഷനാകുമ്പോൾ ഈ സെൻഡ് ഓഫ് നടത്തലും അതൊക്കെ ഒരു ആഡംബരത്തിൻ്റെ വാക്കുകളാണ്. പണ്ടൊക്കെ സെൻഡ് ഓഫും എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എത്ര മാന്യമായ രീതിയിലും സന്തോഷപരമായ രീതിയിലാണ്. ഏറിയ ഒരു മഷി കുടയും മേലേക്ക്, അതിലപ്പുറത്തേക്കൊന്നും യാതൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് കാര്യമായിട്ടോ പറയുന്നത്. പിന്നീട് അത് പാർട്ടികളാക്കി, ഇപ്പോൾ അത് DJ പാർട്ടിയാക്കി. ഇതൊക്കെ അതും സ്കൂളിലല്ല, സ്കൂളിൽ വേറെ, ട്യൂഷൻ ക്ലാസ്സിൽ വേറെ, ഫ്രണ്ട്സുമാർ വേറെ എന്ന് അടിച്ചു പൊളിക്കാൻ മക്കൾക്ക് കിട്ടിയ ഒരു ചാൻസും മക്കൾ വെറുതെ വിടില്ല. അത് വീട്ടുകാർക്ക് പൈസ ഉണ്ടോ ഇല്ലയോ അതൊന്നും അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അടിച്ചിട്ട് കൊണ്ടുവന്നാക്കുകയാണ് അടുത്ത വീട്ടിലേക്ക്. പക്ഷേ വീട്ടുകാരോ ഇതൊന്നും അറിയുന്നില്ല. ഈ കുട്ടിക്ക് അടി പറ്റിയിട്ടാണ് വരുന്നത് എന്നോ ഒന്നും അറിയുന്നില്ല. വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയതാണ് ആ കുട്ടിയെ. എന്നിട്ട് തിരിച്ചു കൊണ്ടുപോയി ആക്കുന്ന സീനാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. എന്നിട്ട് ആ കുട്ടി തൊട്ട വീട്ടിലെ തിണ്ണയിൽ കടന്നു. പക്ഷെ അവർ ചോദിച്ചിട്ടൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ആ കുട്ടിക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. അവസാനം ആ കുട്ടിൻ്റെ വീട്ടിൽ വന്ന് ബെഡിൽ കിടന്നു. അപ്പോഴും അറിയില്ല, തലേദിവസം ഉറക്കമൊഴിച്ച് പഠിച്ചതിൻ്റെ ക്ഷീണത്തിലാണെന്നാണ് ആ ഉമ്മ വിചാരിച്ചത്. ഇങ്ങനെ പറ്റിയത് അറിയില്ലല്ലോ. അവസാനമാണ് കുട്ടി ഛർദ്ദിച്ചപ്പോഴാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അത് ഇന്ന് മരണത്തിലേക്കും മരണം കഴിഞ്ഞ് വീട്ടിലേക്കും. എത്ര വേഗം! 10ാം ക്ലാസ് വിദ്യാർത്ഥി, എന്തെല്ലാം പ്രതീക്ഷകളുണ്ടാകും ആ കുട്ടിൻ്റെ വീട്ടുകാർക്ക് ആ കുട്ടീനെ വെച്ചിട്ട്. അത്ര സാമ്പത്തികമുള്ള വീടൊന്നുമല്ല. ആ കുട്ടി മരിച്ചതിൽ കൂട്ടുകാർ പറയുകയാണ്, മരിച്ചാലും കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്നും പ്രശ്നം വരില്ല എന്ന്. കാരണം പ്രായപൂർത്തിയാകാത്ത മക്കളാണല്ലോ, അവർക്ക് കേസ് വലിയ ശിക്ഷയൊന്നും കൊടുക്കില്ലല്ലോ. ഈ രീതിയൊക്കെ മാറ്റണം. എല്ലാവർക്കും തെറ്റ് ചെയ്തവർക്ക് വലിയവർ ചെറിയവരെന്നല്ലാതെ ഒരേ ശിക്ഷ കൊടുക്കണം. അതാണ് നിയമത്തിൽ വേണ്ടിയത്. ഈ മക്കളെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിടരുത്. ഈ സെൻഡ് ഓഫ് പരിപാടികളൊക്കെ നിർത്തിവെക്കണം. എത്ര പൈസയാണ് ഓരോ മക്കൾ സെൻഡ് ഓഫിന് പറഞ്ഞിട്ട് ചിലവാക്കുന്നത്? എന്തതിൻ്റെയൊക്കെ ആവശ്യം? എന്നിട്ട് അതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയ അടി കൊല എല്ലാം ചെയ്യൽ. ഒരു കുട്ടിയെ ദാരുണമായി കൊലപ്പെടുത്തി അടിച്ച് കൊന്നിരിക്കുന്നു എന്നാൽ പുറത്തേക്ക് കാണാത്ത വിധത്തിൽ. അപ്പോൾ എത്ര വിദഗ്ധമായിട്ടുള്ള അടിയാണ് അവർ അടിച്ചിരിക്കുന്നത് ആ കുട്ടിനെ. ഇത്രയും കാലം വളർത്തിയ ഉമ്മാക്കും പാപ്പാക്കും പോയി എന്നല്ലാണ്ട് വേറൊരാൾ അഫാന കണ്ടില്ലേ, 5 ആൾക്കാരനെ തലക്കടിച്ച് കൊന്നു. ഇതൊക്കെ എന്താ പറഞ്ഞാൽ 40 ആളോ 50 ആളോ വധശിക്ഷ കാത്ത് കഴിയേണ്ടത്രേ. പക്ഷെ നമ്മുടെ നാട്ടിൽ ആരാച്ചറിയില്ലാന്ന്. അതാണ് ഈ നാടിൻ്റെ നാശം. ഈ എന്താ ചെയ്ത് അതിനനുസരിച്ച് അപ്പോഴേക്കപ്പോഴേ കൊടുത്ത് ഇത്രയ്ക്കൊന്നും ക്രൂരത ഈ നാട്ടിൽ നടക്കില്ല. അത് സത്യമാണ്. അങ്ങനെയില്ല. ഇവിടെ എങ്ങനെയാണ്, കുറച്ച് ദിവസം ജയിലിൽ കിടത്തും, പിന്നെ ജാമ്യം കൊടുക്കും, പിന്നെ കേസല്ലേ വരുന്നിടത്ത് വെച്ച് കാണാം, പിന്നെ ജയിലിൽ സുഭിക്ഷമായ ഭക്ഷണമാണല്ലോ. പിന്നെ അതൊക്കെയാണ് ഇത്രയും ക്രൂരത ഇന്നത്തെ കാലത്ത് പെരുകാൻ കാരണം. എത്ര വിഷമത്തോടു കൂടിയാണ് അവരുടെ വീട്ടുകാരിപ്പോൾ ഇത് എന്നിങ്ങനെയൊക്കെ സംഭവിക്കുന്ന അവർ വിചാരിച്ചിട്ടുണ്ടാവും. വീട്ടിൽ പണിക്കാർക്ക് ചായക്ക് കടി വാങ്ങിക്കാൻ പറഞ്ഞയച്ചതാണ്, പൈസ കൊടുത്തിട്ട് പോയത് അത്ര പാപ്പ. മകൻ വന്ന കോലം ഇങ്ങനെ. ഇപ്പോൾ ഇതാ മരണത്തിലേക്കും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഡെഡ് ബോഡി വീട്ടിലേക്കും. ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാം കഴിഞ്ഞു. സെൻഡ് ഓഫും കഴിഞ്ഞു, അടിയും കഴിഞ്ഞു, മരിക്കലും കഴിഞ്ഞു, ഇതാ ഖബറടക്കത്തിനുള്ളതായി. എന്തിനാണ് ഇങ്ങനത്തെ ഇതിനൊക്കെ സ്കൂളുകാരെന്തിനാണ് അനുവദിക്കുന്നത്? ഇത് ട്യൂഷൻ ക്ലാസ്സാണ്. ട്യൂഷൻ ക്ലാസ് അന്ന് ലീവാണെന്നാണ് അവർ പറയുന്നത്. പിന്നെ അപ്പോൾ ഇവർക്ക് ആർക്കും ഇതിനൊന്നും ഉത്തരവാദിത്തമില്ല. കുട്ടികളുടെ ശബ്ദരേഖ ഉണ്ട്. നമുക്ക്
എന്താണ് യൂട്യൂബ് വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവരൊക്കെ ഓടി വരും, നമുക്ക് അവനെ കൊല്ലണം, കൊന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്നും ഒന്നും പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എത്രത്തോളം ധൈര്യം ഉണ്ടവർക്ക്, ഒന്നും ചെയ്താലൊന്നും പറ്റില്ല എന്ന്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ധൈര്യം വരുന്നത്? ഈ കാലത്തെ എന്താണ് നിയമത്തിൻ്റെ വഴി അവർക്ക് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. അവർക്കെന്താ കുറേ ഗെയിം കളിക്കണം, കുറേ പാർട്ടി നടത്തണം, പഠിപ്പ് എന്ന് പറഞ്ഞാൽ അതവർക്കൊരു ഹോബിയാണ്, ഇതെല്ലാം ചെയ്യണമെന്ന്. കേട്ടോ, അതിൻ്റേതായ ശബ്ദരേഖയാണ് ഈ കേൾക്കുന്നത്. കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകുന്ന കാരണം ഒരേ ഇങ്ങോട്ട് വന്നത്. എന്തെങ്കിലും വേറൊന്നുമില്ല ആഫിനല്ല വെച്ചത്. 2 ദിവസം കഴിയട്ടെ, അത് മാത്രമല്ല പറയണോ ഫുള്ള് അലമ്പായിന്ന് കേട്ട്. എന്താ ചെയ്യേണ്ടതാ? ചൊറ